ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽ ചൂടിനും പൊരുവേലത്തൊക്കെ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറ്റാൻ പാകത്തിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഷമാമും അതുപോലെ തന്നെ ഒരു ചെറിയ പഴം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷമാമ ഞാനിതാ ക്ലീൻ ചെയ്ത് ഒരു അര ഷമാമാണ് കേട്ടോ, ചെറിയൊരു ഷമാം ഞാൻ ഒരു അര കഷ്ണം ഇതുപോലെ ക്ലീൻ ചെയ്ത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനാന ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനിതാ ഒരു ബൂസ്റ്റ് പാക്കറ്റ് 5 രൂപേൻ്റെ ബൂസ്റ്റ് പാക്കറ്റാണ്, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൽ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പാൽ പൗഡറും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യാം. 3 പേർക്ക് കുടിക്കാൻ പാകത്തിൻ്റെ ഡ്രിങ്കാണ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ സ്പൂണൊന്നും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ പഞ്ചസാര വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അലിഞ്ഞ് ചേർന്നോട്ടെ എന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കാം. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഷമാമും ബനാനയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയൊരു കിടിലൻ ഹെൽത്തി ഡ്രിങ്ക് ആയിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇച്ചിരി ബ്ലാക്ക് റൈസൻസ് ഇട്ട് കൊടുത്തായിരുന്നു, അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.